നമസ്കാരം. പാകിസ്ഥാനിലെ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഭയങ്കര തിരക്കിലാണ്. അതായത് ഭിക്ഷക്കാരെ അടുത്തു പോകുന്നു, അവരെ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ല, അവരെ സെർച്ച് ചെയ്യുന്നു. കാരണം ഇന്ത്യയുടെ സ്പൈ ആണോ ഇവർ എന്ന് വളരെ വലിയ സംശയം. ദുരന്തർ ഇറങ്ങിയതിന് ശേഷമാണെങ്കിൽ ഒരു രക്ഷയുമില്ല, എല്ലാവരും സംശയം. അസിം മുനീറിനെ പോലും സംശയം തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത്. പാകിസ്ഥാൻ ആകെ വിരളി പിടിച്ച് കിടക്കുകയാണ്. അതായത് ഒരു രീതിയിലും ആർക്കും ഒരു മനസമാധാനവുമില്ല. സാമ്പത്തികമായിട്ടാണെങ്കിൽ പാകിസ്ഥാൻ അടിമുടി തകർന്നു കഴിഞ്ഞു. ഇനി സൈനികമായിട്ടാണെങ്കിലും അങ്ങനെയും തകർന്നു കഴിഞ്ഞു. പാകിസ്ഥാന് ഒരു ഡിഫൻസ് ബഡ്ജറ്റ്, ഒരു കൃത്യമായ ഡിഫൻസ് ബഡ്ജറ്റ് എന്നത് ഇപ്പോൾ ഇല്ലേയില്ല എന്നൊരു അവസ്ഥയിലാണ്. സ്വന്തം സ്റ്റെൽത്ത് ജെറ്റുകൾ പോലും വിറ്റുകൊണ്ട് കടം തീർക്കുവാൻ നടക്കുന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാൻ. ഇനി ഇറാൻ്റെ ഭാഗത്തുനിന്ന്, IRGCയുടെ ഭാഗത്തുനിന്ന് ഒരു ഭീഷണി, സൗദിയുടെ ഭാഗത്തുനിന്ന് മറ്റൊരു ഭീഷണി, അമേരിക്കയാണെങ്കിൽ സഹായിക്കുന്നില്ല, ചൈനയാണെങ്കിൽ സഹായിക്കുന്നില്ല. കാരണം ചൈനയുടെ പൗരന്മാർ പാകിസ്ഥാനിൽ എത്തിയതിന് ശേഷം ഇപ്പോൾ ആ വലിയ രീതിയിലുള്ള പ്രശ്നമാണ് അവർക്കുണ്ടായത്. പല പ്രോജക്റ്റുകൾക്ക് ഇടയിലും ചൈനീസ് പൗരന്മാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. ഗ്വാദർ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ പാകിസ്ഥാനിൽ ഉടലെടുക്കുകയുണ്ടായി. പാകിസ്ഥാൻ വലിയ പ്രശ്നത്തിലാണ് ഉണ്ടായത്. അങ്ങനെ പല പ്രശ്നങ്ങൾക്കിടയിലും, പല ഡാം പ്രോജക്റ്റുകൾക്കിടയിൽ പോലും ചൈനയുടെ പൗരന്മാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചൈന പാകിസ്ഥാനെ സഹായിക്കുന്നില്ല. അങ്ങനെ പാകിസ്ഥാൻ അടിമുടി കടത്തിലും മുഴുവൻ തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഇത്തരത്തിൽ ദുരന്തർ ഇറങ്ങുന്നത്. ദുരന്തർ ഇറങ്ങിയപ്പോൾ പാകിസ്ഥാന് അടിമുടി സംശയമായി. ആരാണ് തങ്ങളെ ഉറ്റാൻ ശ്രമിക്കുന്നത്? ആരാണ് തങ്ങൾക്കെതിരെ പാകിസ്ഥാനിൽ നിന്നുകൊണ്ട് വലിയൊരു ആക്രമണം പാകിസ്ഥാനെതിരെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുന്നത്? നിരവധിയായിട്ടുള്ള ചാരന്മാർ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും രവീന്ദ്ര കൗശികിനെ പോലുള്ള ആൾക്കാർ, അതായത് ബ്ലാക്ക് ടൈഗർ എന്നൊക്കെ വിളിക്കുന്ന രവീന്ദ്ര കൗശിക് പാകിസ്ഥാൻ്റെ ആർമിക്കകത്താണ് നുഴഞ്ഞു കയറിയത്. നിരവധിയായിട്ടുള്ള ആൾക്കാർ പാകിസ്ഥാൻ ആർമിയിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ്റെ പല വിഭാഗങ്ങളിലെ നേവിയിലേക്കും അതോടൊപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥരായിട്ടും അവിടെ പല രൂപത്തിലും ഭാവത്തിലും നുഴഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു. രവീന്ദ്ര കൗശികിനെ പോലുള്ള ബ്ലാക്ക് ടൈഗർ എന്നൊക്കെ വിളിക്കുന്ന രവീന്ദ്ര കൗശികിനെ പോലുള്ള സ്പൈ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കുൽഭൂഷൺ ജാദവിനെ പോലുള്ള ആൾക്കാർ, അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ട് അജിത് ഡോവലിനെ പോലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ റോയിൽ നിന്ന് പാകിസ്ഥാനകത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ബലൂചിസ്ഥാൻ പോലുള്ള മേഖലകൾ പാകിസ്ഥാൻ ഇപ്പോൾ അന്യമായി തീർന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. അതായത് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീകരവാദവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്കും വേണ്ടേ ഒരു മറുപുറം, ഇന്ത്യക്കും വേണ്ടേ ഒരു ആക്രമണ പദ്ധതി? തീർച്ചയായിട്ടും പാകിസ്ഥാനിലേക്കും ഇന്ത്യ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭാരതം പിടിച്ചു നിൽക്കുന്നതും. പക്ഷേ ഇപ്പോൾ ആകെ കൂടെ പാകിസ്ഥാനാണ് ഇത് കേട്ടിട്ട് വിരളി പിടിച്ച് നടക്കുന്നത്. പാകിസ്ഥാനിൽ ആർക്കും തന്നെ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. ഇന്ത്യൻ സ്പൈ എല്ലായിടത്തും ഉണ്ട് എന്നുള്ള ഭ്രാന്തിലാണ് ഇപ്പോൾ അസീം മുനീറും ഷഹബാസ് ഷെരീഫും പോലും കഴിയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. അതായത് ഇസ്രായേലിൻ്റെ ഇപ്പോൾ മൊസാദിൻ്റെയൊക്കെ ഒരു അവസ്ഥയാണ്. അതായത് ഇറാനികൾക്ക് ഇപ്പോൾ മൊസാദ് എവിടെയുണ്ട് എന്നൊരു സംശയത്തിലാണ്. കാരണം ഇസ്രായേലിനെതിരെ പദ്ധതികൾ തയ്യാറാക്കുവാൻ വേണ്ടി നിയോഗിച്ച ആൾ മൊസാദിൻ്റെ ഏജൻ്റായ ഒരു സാഹചര്യം ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥയും. ഇന്ത്യക്കെതിരെ ഒരു ഭീകരവാദ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ ആ ഭീകരവാദ പദ്ധതി ഏൽപ്പിക്കുന്ന ആൾ ഇന്ത്യൻ ഏജൻ്റ് ആണോ എന്നൊരു സംശയം പോലും ഇപ്പോൾ പാകിസ്ഥാനിൽ ഉണ്ടാകുന്നത്. എന്തായാലും ഭിക്ഷക്കാർക്കൊന്നും പാകിസ്ഥാനിൽ പൊറുതിയില്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കാര്യങ്ങൾ ഏകദേശം നമുക്ക് പുറം ലോകത്തിന് അറിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും വലിയ തമാശയായി മാറിയിരിക്കുകയാണ് പാകിസ്ഥാൻ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.